നടു റോഡിൽ കിടന്ന് തല്ലുണ്ടാക്കുവാനും വഴക്കുണ്ടാക്കുവാനും ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ലേശം ഉളുപ്പില്ലേ? സതീശൻ പറയുന്നത് പോലെ ടീം UDF ആണല്ലോ. ടീം UDF ആണ് ഞങ്ങളുടെ ടീം UDF. അതേ ടീം UDFന്റെ കോൺഗ്രസ് നേതാക്കന്മാർ നടു റോഡിൽ കിടന്ന് തല്ലുകൂടുന്ന ദൃശ്യം കാണണ്ടേ? കൺഫ്യൂഷനാണ് പോലും കൺഫ്യൂഷൻ. തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് സംഘടിപ്പിച്ച മാർച്ചിൽ ആശയക്കുഴപ്പമുണ്ടാകുന്നു. അതേ തുടർന്ന് നടു റോഡിൽ നിന്ന് തമ്മിലടിച്ചും തർക്കിച്ചും കോൺഗ്രസ് നേതാക്കൾ നാണക്കേടായി മാറുന്ന ആ കാഴ്ച നിങ്ങളൊന്ന് കണ്ടേ. നിങ്ങൾക്കിനിയും മാപ്പില്ല. പോലീസുകാർ അടിച്ചു നിർത്തട്ടെ. തൊടുപുഴയിൽ DCC പ്രസിഡന്റിനെ പോലീസ് മർദ്ദിച്ചുവെന്ന് ആരോപിച്ച് ഒരു പ്രതിഷേധം കോൺഗ്രസ് നേതാക്കന്മാർ പോലീസ് സ്റ്റേഷനിലേക്ക് സംഘടിപ്പിക്കുന്നു. ഇതേ തുടർന്ന് നേരെ തെരുവിലേക്ക്, റോഡിലേക്ക് ഇതേ കോൺഗ്രസ് നേതാക്കളും അണികളും ഇറങ്ങുന്നു. തൊട്ടു പിന്നാലെയാണ് തമ്മിലടി തുടങ്ങുന്നത്. അതായത് ഈ പ്രതിഷേധം വിളിക്കാൻ വന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് തന്നെ അറിയില്ല നമ്മൾ എങ്ങോട്ടാണ് പ്രതിഷേധിക്കേണ്ടതെന്ന്. അവസാനം കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിൽ തന്നെ വഴക്കും തർക്കവുമാകുന്നു. ഏറ്റവും അവസാനം ഒരു തീരുമാനത്തിലെത്തുന്നു. എന്ത് ഗതികേടാണെന്ന് ആലോചിക്കണേ. ഈ സാഹചര്യത്തിൽ നമ്മൾ ഒന്നുകൂടി എടുത്ത് കേൾക്കേണ്ട ഒരു സ്വരമുണ്ട് സതീശൻ്റെ. അതൊന്ന് കേട്ടെ. ടീം UDF ആണ് ഞങ്ങളുടെ ടീം UDF. അതായത് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ കൊങ്ങയിൽ പിടിച്ച് തള്ളി മാറ്റിയതുപോലെ തന്നെയാണ് ഈ സംഭവവും. ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ച ശേഷം കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിൽ തന്നെ അടിപിടിയും ഉന്തലും തള്ളലും തർക്കവുമാകുന്നു. എന്ത് ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കണേ. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം എത്രത്തോളം അധപ്പതിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അതിലും വലിയ ഉദാഹരണങ്ങളാണ് നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നതും. എന്തായാലും ഇനി എത്ര നാൾ ഈ പ്രസ്ഥാനം ഈ രീതിയിൽ തന്നെ തുടരുമെന്ന് ദൈവം തമ്പുരാന് തന്നെ അറിയാം. ക്ഷമിക്കണം, സതീശ തമ്പുരാന് തന്നെ അറിയാം.